സർക്കാർ സംഘടിപ്പിച്ച പരിശീലന പരിപാടി ബഹിഷ്കരിച്ചാണ് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് സ്തംഭിപ്പിച്ച് സമരം നടത്തിയത്. വിവിധ ജില്ലകളിൽ നിന്നെത്തിയ നൂറുകണക്കിന് ആശമാരുടെ നേതൃത്വത്തിൽ മണിക്കൂറോളം റോഡിൽ ഇരുന്നും കിടന്നുമായിരുന്നു ഉപരോധ സമരം. ഇതിനിടെ ഓണറേറിയത്തിനുള്ള മാനദണ്ഡങ്ങൾ പിൻവലിച്ചുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കി. അനിശ്ചിതകാല രാപ്പകൽ സമരം 36ാം ദിനത്തിലെത്തി നിൽക്കവെയാണ് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുള്ള ആശമാരുടെ സമരം. രാവിലെ 10 മണിയോടെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ ആശമാർ പ്രതിഷേധവുമായി സമരഗേറ്റിലേക്ക് നീങ്ങി. തുടർന്ന് റോഡിലിരുന്നും കിടന്നും പ്രതിഷേധം തീർത്തായിരുന്നു നിയമലംഘന സമരം. KK രമ MLA ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ചില്ലിമേടകളിൽ ഇരിക്കുന്നവർക്ക് ഈ സമരം തിരിച്ചറിയാനാകില്ലെന്ന് KK രമ. ഈ AC റൂമുകളിലും ചില്ലുമേടകളിലും ഇരിക്കുന്ന ഭരണാധികാരികൾക്ക് അതിന്റെ പ്രയാസങ്ങൾ മനസ്സിലാവില്ല. CPM പ്രാദേശിക നേതൃത്വത്തിന്റെ ഭീഷണി അവഗണിച്ചും സർക്കാർ സംഘടിപ്പിച്ച പരിശീലന പരിപാടി ബഹിഷ്കരിച്ചുമാണ് സമരത്തിനെത്തിയതെന്ന് ആശാവർക്കർമാർ. എന്റെ കൂടെ വരാനിരുന്ന 8 പേരുണ്ടായിരുന്നു. ആ 7 പേരെ ഭീഷണിപ്പെടുത്തി അവർ വരുന്നില്ല. അവരോട് പറഞ്ഞു നിങ്ങളെ പണി പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ പണി കളയുമെന്നാണ് പറഞ്ഞത്. ഭാവിയിൽ നിങ്ങൾക്ക് പല ആനുകൂല്യങ്ങളും കിട്ടാതെ വരും. ഉപരോധ സമരത്തിനിടെ ഓണറേറിയത്തിന് മാനദണ്ഡങ്ങൾ പിൻവലിച്ചുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കി. സമരത്തിനിടെ വന്ന ഈ ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും സമരത്തിന്റെ വിജയമായി ഇതിനെ കണക്കാക്കുന്നുവെന്നും സമരസമിതി. നമ്മൾ സമരം തുടങ്ങിയതിൽ പിന്നെയാണ് അവർ പ്രഖ്യാപനം നടത്തിയത് മുഴുവൻ മാനദണ്ഡവും പിൻവലിക്കുമെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമരത്തിന്റെ ഒരു വിജയം തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ എന്നിവർ ഉപരോധത്തിനിടെ സമരക്കാരെ സന്ദർശിച്ചു. സെക്രട്ടേറിയറ്റ് പരിസരം പുലർച്ചെ തന്നെ പോലീസ് ബാരിക്കേഡുകൾ തീർത്തടച്ചുപൂട്ടി. പ്രധാന ഗേറ്റിൽ കനത്ത സുരക്ഷയും ഒരുക്കിയിരുന്നു. നൂറുകണക്കിന് പോലീസ് സംഘത്തെയാണ് സ്ഥലത്ത് വിന്യസിച്ചിരുന്നത്. സമീപകാലത്തൊന്നും തന്നെ സെക്രട്ടേറിയറ്റ് കാണാത്ത ഒരു സമര ചരിത്രത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ സുരേഷിനൊപ്പം KB ശ്യാമപ്രസാദ്, അമൃത ന്യൂസ്.